ആദ്യമായിട്ട് പറയാനുള്ളത് ഇത് അപ്രതീക്ഷിതമായിരുന്നില്ല. പ്രസിഡന്റ് ട്രംപ് ഇസ്രയേൽ 13-ാം തീയതി ജൂൺ 13-ാം തീയതി ഇറാനെ ആക്രമിച്ചു. അത് പ്രസിഡന്റ് ട്രംപിന്റെ അനുവാദത്തിൽ കൂടിയാണ്. കാരണം 15-ാം തീയതി ഇറാനും അമേരിക്കയും കൂടി ഒരു കൂടിക്കാഴ്ച ഒമാനിൽ അവര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന്. രണ്ടാമത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു 2 ആഴ്ചയ്ക്കകം തീരുമാനിക്കും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിന് ആക്രമണത്തിന് വേണ്ടിയെന്ന്. 2 ആഴ്ചയ്ക്കകം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തു. ഇതും ഒട്ടും അപ്രതീക്ഷിതമല്ല. ഇനി പ്രത്യാഘാതങ്ങളെ പറ്റി ചോദിച്ചാൽ മറ്റ് ശക്തികൾ എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രസിഡന്റ് ട്രംപ് ചെയ്തതിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടില്ല. അവരിപ്പോ വളരെ വിഷമിച്ചിരിക്കുകയാണ്. രണ്ടാമത് പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഇറാൻ ഇത് നിർത്തണമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ആക്രമിക്കപ്പെട്ട ഇറാൻ ഇസ്രയേല് പിന്നെയും മഴ പെയ്യുന്ന പോലെ മിസൈൽസ് അല്ലെങ്കിൽ ബോംബ് അയക്കുമ്പോൾ ഇറാൻ നിർത്തണം. ഇത് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നിർത്തേണ്ടത് ഇസ്രയേലാണ്. മൂന്നാമത് റഷ്യ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ചൈനയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിൽ 90% ചൈനയാണ് എടുക്കുന്നത്. തന്നെയുമല്ല യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയെ വളരെ കാര്യമായിട്ട് സഹായിച്ചു. അതുകൊണ്ട് എന്റെ നിഗമനത്തിൽ മിക്കവാറും പ്രസിഡന്റ് പുടിൻ പ്രസിഡന്റ് ട്രംപിനോട് സംസാരിച്ചിട്ട് ഇതിന് ഒരു സീസ്ഫയർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ പാസേജിന് പ്രശ്നം വരുവാണെങ്കിൽ എണ്ണ വില കൂടും. ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാഷ്ട്രങ്ങൾക്ക് അത് വലിയ നഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ ആലോചിക്കുന്നത് 36,000 ഇന്ത്യക്കാര് ഏതാണ്ട് 10,000 ഇറാനുണ്ട്. അവരുടെ രക്ഷയാണ് നമ്മൾ ഏറ്റവും ഉപരിയായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ ഇറങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും തിരികെ കടന്നാക്രമിക്കുമെന്നും ഈ കൂടുതൽ നാശനഷ്ടം സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു ശക്തി അത് ഇറാൻ എത്രത്തോളം ഉണ്ടാകും? അമേരിക്ക ആക്രമിക്കുന്നു പറഞ്ഞാൽ ഇത് എയർ ആക്ഷനാണ്. അമേരിക്ക ഇറാനിലേക്ക് ഗ്രൗണ്ട് ട്രൂപ്സിനെ അയക്കാൻ പോകുന്നില്ല. അമേരിക്ക 2003 ഇറാഖിലേക്ക് ഗ്രൗണ്ട് ട്രൂപ്സിനെ അയച്ചു. എന്നിട്ട് റെജീം ചേഞ്ച് ഉണ്ടാക്കി. റെജീം ചേഞ്ച് വേണമെങ്കിൽ അമേരിക്കയിലെയും ഇസ്രയേലിന്റെയും സൈന്യം ഇറാനിൽ എത്തണം. അത് അവർ ചെയ്യില്ല. എയർ ആക്ഷൻ മാത്രമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് എയർ ആക്ഷന് വലിയ കഴിവുണ്ട്. അതേസമയത്ത് തന്നെ ഇറാന്റെ അടുത്ത് ഒരുപാട് മിസൈലുകളും ഡ്രോൺസും ഉണ്ട്. അപ്പോൾ ഈ അയൺ ഡോമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതിരോധ ഏർപ്പാടുണ്ടെങ്കിലും അതൊട്ടും മാത്തമാറ്റിക്കലി സർട്ടൻ അല്ല. ഒരു 100 ഡ്രോൺസോ അല്ലെങ്കിൽ മിസൈൽസ് അയച്ചാൽ 2-3 തീർച്ചയായിട്ടും ഇന്ററപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഈ ഇന്ററപ്ഷനും വളരെ കോസ്റ്റ്ലിയാണ് ഇപ്പൊ ഇസ്രയേൽ ചെയ്യുന്നത്. അതുകൊണ്ട് അമേരിക്കയും വാൾനറബിൾ ആണ്. പക്ഷേ ഇത് കൂടുതൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ കൂടുതൽ സഹിക്കും. പക്ഷെ അമേരിക്കയും സഹിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധം ഇത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ അടക്കം ഈ വാണിജ്യ സാമ്പത്തിക വ്യവസ്ഥകളെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? പോയി കഴിഞ്ഞു. കാരണം എയർ സ്പേസ് ക്ലോസ് ചെയ്യും. പിന്നെ സീബോൺ ട്രേഡും കാരണം ഇപ്പോൾ ഹൂത്തീസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡ് സീ അത് കഴിഞ്ഞിട്ട് സൂയസ് കനാലിലേക്ക് പോകുന്നത് അതിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഇത് ഗ്ലോബൽ ഇക്കോണമിയെ അല്ലെങ്കിൽ ട്രേഡിനെ ഇപ്പോൾ തന്നെ ബാധിച്ചു വരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.